പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് കോമ്പൗണ്ട് ഡൈലക്ട്രിക്. ശ്രദ്ധിച്ചിരിക്കുക ഒരു സെക്ഷൻ. ഒരു പിക്ചർ തന്നിട്ട് അവിടുത്തെ ടോട്ടൽ കപ്പാസിറ്റൻസ് എത്രയെന്ന് ചോദിക്കുന്നു. അപ്പോൾ സിമ്പിളായിട്ട് ചെറിയൊരു ലോജിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ എന്നുള്ളേ ഉള്ളൂ. സോ ലിസൺ ഹിയർ. ഹിയർ 2 plates. Okay. Then here 2 more plates. Okay. Then here there is a dielectric. Here there is another dielectric. Here there is another dielectric. Okay. What is the total capacitance of this setup? ഇവിടെ ഒരു കപ്പാസിറ്റർ ആണ് ഇരിക്കുന്നത്. ഇതിന്റെ ടോട്ടൽ കപ്പാസിറ്റൻസ് എത്ര? ഇതാണ് കണക്ഷൻ വയറുകൾ രണ്ടും ഇത് രണ്ടുമാണ്. ഇതിന്റെ ടോട്ടൽ കപ്പാസിറ്റൻസ് എത്ര? പ്ലേറ്റ് ഏരിയ എ ആണ്. ഈ തിക്നെസ് T1 ആണ്. ഈ തിക്നെസ് T2 ആണ്. ഈ തിക്നെസ് T3 ആണ്. ഇവിടെ നിറച്ചിരിക്കുന്ന ഡൈലക്ട്രിക്കിന്റെ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് K1, ഇവിടുത്തത് K2, ഇവിടുത്തത് K3. ഇതാണ് സംഭവം. ഈ തന്നിരിക്കുന്ന സെറ്റപ്പിന്റെ ടോട്ടൽ കപ്പാസിറ്റൻസ് എത്ര? പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല, ഒരു പുണ്ണാക്കുമില്ല. നോക്കൂ, ലിസൺ, നല്ല ബോധത്തോടെ ഇരിക്കൂ. ഇവിടെ ഇതൊരു കപ്പാസിറ്റർ ആണ് അല്ലെ. ഇപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ ചോദിക്കാം. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് ഡൈലക്ട്രിക് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. എന്താണ് നമ്മൾ കപ്പാസിറ്റൻസ് പഠിച്ചത്? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് എയർ ആണെങ്കിൽ എന്താണ് കപ്പാസിറ്റൻസ്? ഈസ് ഈക്വൽ ടു ε0 A/d. C ഈക്വൽ ടു ε0 A/d. എൻ്റെ ഇടയ്ക്ക് ഫുള്ളായിട്ട് ഡൈലക്ട്രിക് കയറ്റി വെച്ചാൽ K ε0 A/d ഓർ Kc എന്നല്ലേ നമ്മൾ പഠിപ്പിച്ചേ. അപ്പോൾ അതുപോലെ നിങ്ങൾ ആൻസർ പറയാം. ഇവിടെ ഞാനിപ്പോൾ ടച്ച് ചെയ്യുന്നത് ഒരു കപ്പാസിറ്ററിലാണ്. കണ്ടോ, ഈ കപ്പാസിറ്ററിന് 2 പ്ലേറ്റ് ഉണ്ട്. 2 പ്ലേറ്റ്. ഈ 2 പ്ലേറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് T1 ആണ്. ഇനി ഇവിടെ ഇരിക്കുന്ന ഡൈലക്ട്രിക്കിന്റെ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് K1 ആണ്. ഇതിന്റെ പ്ലേറ്റ് ഏരിയ A ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് കപ്പാസിറ്റർ ഇതാണ്. ഫസ്റ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് എന്ത് വരും? കപ്പാസിറ്റൻസ് ഇസ് ഈക്വൽ ടു, നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. എന്താണ് ഇക്വേഷൻ? കപ്പാസിറ്റൻസ് ആണ് ഇക്വേഷൻ K ε0 A/d എന്നാണ് ഞാൻ പഠിപ്പിച്ച ഇക്വേഷൻ. ഇതിനകത്ത് K എന്താണ്? K1 ആണ്. A എന്താണ്? A ആണ്. ഇവിടുത്തെ D എന്താണ്? T1 ആണ്. അപ്പൊ ആദ്യത്തെ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ഇതാണ്. ഓക്കെ ആണ്. ഇനി ഇവിടെ അടുത്തൊരു കപ്പാസിറ്ററിലാണ് ഞാൻ തൊടുന്നത്. കണ്ടോ, ഈ കപ്പാസിറ്ററിലും എത്ര പ്ലേറ്റ് ഉണ്ട്? 2 പ്ലേറ്റ് ഉണ്ട്. ഓക്കെ. ഇതിൻ്റെ ഇടയ്ക്ക് ഡൈലക്ട്രിക് ഉണ്ട്. ഡൈലക്ട്രിക്കിന്റെ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് എത്ര? K2 ആണ്. അപ്പൊ ഈ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ഞാൻ C2 എന്ന് വിളിക്കാം. C2 എന്താണ് ഇക്വേഷൻ? നമ്മുടെ ഇക്വേഷൻ എന്താണ്? K ε0 A/d ആണ് നമ്മുടെ ഇക്വേഷൻ. K എന്താണ്? K2 ആണ്. A എന്താണ്? A തന്നെ. ഇനി D എന്താണ്? അവിടെ T2 ആണ്. കുഴപ്പമില്ലല്ലോ. ഇനി അടുത്ത കപ്പാസിറ്ററിലാണ് ഞാൻ തൊടുന്നത്. തേർഡ് കപ്പാസിറ്ററിൽ ഇതിന് എത്ര പ്ലേറ്റ് ഉണ്ട്? 2 പ്ലേറ്റ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഡൈലക്ട്രിക്കിന്റെ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് K3 ആണ്. ഇതിന്റെ കപ്പാസിറ്റൻസ് C3 എന്ന് വിളിക്കാം. എന്താണ് ഇക്വേഷൻ? K ε0 A/d എന്നാണ് നമ്മുടെ ഇക്വേഷൻ. K എന്താണ്? K3. A എന്താണ്? A തന്നെ. D എന്ന് പറയുന്നത് അവിടെ T3 ആണ്. അപ്പൊ ഇവിടെ എത്ര കപ്പാസിറ്റേഴ്സ് ഉണ്ട്? 3 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഈ 3 കപ്പാസിറ്റർ എങ്ങനെ ഇരിക്കുന്നു എന്ന് നല്ല ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് കപ്പാസിറ്റർ ഞാൻ തൊടുന്നു, അതിന് 2 പ്ലേറ്റ്. സെക്കൻഡ് കപ്പാസിറ്റർ ഫസ്റ്റ് പ്ലേറ്റ്, സെക്കൻഡ് പ്ലേറ്റ്. തേർഡ് കപ്പാസിറ്റർ ഫസ്റ്റ് പ്ലേറ്റ്, സെക്കൻഡ് പ്ലേറ്റ്. ഇനി ഈ പ്ലേറ്റിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഈ പ്ലേറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് കപ്പാസിറ്ററിനും സെക്കൻഡ് കപ്പാസിറ്ററിനും കോമൺ ആണ്. ഈ പ്ലേറ്റ് എന്ന് പറയുന്നത് സെക്കൻഡിനും തേർഡിനും കോമൺ ആണ്. ആണല്ലോ. അപ്പോഴേ 2 എണ്ണം കോമൺ എന്ന് പറഞ്ഞാൽ 2 പ്ലേറ്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. 2ഉം ഒട്ടിയിരിക്കുന്നു. ഒരു പ്ലേറ്റ് 2 പേർക്കും കോമൺ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എൻ്റെ കൈവശം 2 പ്ലേറ്റ് ഉണ്ടെന്ന് വെച്ചോ. ഈ 2 പ്ലേറ്റും കൂടെ ഇങ്ങനെ ചേർന്നിരിക്കുന്നു എന്നങ്ങ് വിചാരിക്കുന്നു. ചേർന്നിരുന്നാൽ ഒറ്റ പ്ലേറ്റ് ആയില്ലേ? ഇനി അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാം. ഈ 2 പ്ലേറ്റും കൂടെ ഇങ്ങനെ ദൂരെ വെച്ചിട്ട് 2നെയും കൂടെ ഒരു വയർ വഴി കണക്ട് ചെയ്യുന്നതും ഇതും സെയിം അല്ലേ എഫക്റ്റ്? മനസ്സിലായില്ല? ഇവിടെ 2 പ്ലേറ്റുകൾ, ഈ 2 പ്ലേറ്റുകളെ 2 കൂടെ ചേർത്ത് വെച്ചാൽ 2 കൂടെ കണക്റ്റഡ്. ഇനി അല്ലെങ്കിൽ 2 പ്ലേറ്റുകൾ ഇങ്ങനെ വെച്ചിട്ട് ഒരു വയർ വഴി കണക്ട് ചെയ്താലും 2 കണക്റ്റഡ് അല്ലേ? അപ്പൊ 2 പ്ലേറ്റുകളെ എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാം? 2 പ്ലേറ്റുകളെ തമ്മിൽ ഒട്ടിച്ച് വെച്ചാലും കണക്റ്റഡ് ആണ്. ഇനി 2 പ്ലേറ്റുകളെ ദൂരെ വെച്ചിട്ട് ഒരു വയർ വഴി കണക്ട് ചെയ്താലും കണക്റ്റഡ് ആണ്. അപ്പം നമ്മൾ ഇനി പറയണം, ഈ പ്ലേറ്റ് കണ്ടോ, ഈ പ്ലേറ്റ് ആർക്കെല്ലാം കോമൺ ആണ്? ഫസ്റ്റ് കപ്പാസിറ്ററിനും സെക്കൻഡ് കപ്പാസിറ്ററിനും കോമൺ ആണ്. അപ്പൊ ഈ ഇതെന്ന് പറയുന്നത് ഇത് നമ്മൾ എങ്ങനെ വരയ്ക്കും? ഇതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കാൻ പോവാണ്. ഇക്വലന്റ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു കപ്പാസിറ്റർ ഉണ്ട്. ഫസ്റ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ആണ് C1. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ഷൻ വയർ പോകുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുകയാണ്.
ഇനി അടുത്ത വീണ്ടും ഒരു കപ്പാസിറ്റർ ഉണ്ടെന്ന് എനിക്കറിയാം. ഇതാണ് അടുത്ത കപ്പാസിറ്റർ. അതിന്റെ കപ്പാസിറ്റൻസ് C2 ആണ്. മൂന്നാമതൊരു കപ്പാസിറ്റർ ഉണ്ട്. അതിന്റെ കപ്പാസിറ്റൻസ് ആണ് C3 എന്നും എനിക്കറിയാം. ഇനി ഈ പ്ലേറ്റ് എന്ന് പറയുന്നത് ആ ഫസ്റ്റിനും സെക്കൻഡിനും കോമൺ ആണ്. ഫസ്റ്റിന്റെ സെക്കൻഡ് പ്ലേറ്റും സെക്കൻഡിന്റെ ഫസ്റ്റ് പ്ലേറ്റും സെയിം ആണ്. ഫസ്റ്റിന്റെ സെക്കൻഡ് പ്ലേറ്റും സെക്കൻഡിന്റെ ഫസ്റ്റ് പ്ലേറ്റും സെയിം ആണ്. അതായത് ഈ രണ്ട് പ്ലേറ്റും കോമൺ ആണ്. കോമൺ ആണ് എന്ന് പറഞ്ഞാൽ കണക്റ്റഡ് ആണ്. കണക്റ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ രണ്ടിനെയും കൂടെ ഇങ്ങനെ കണക്ട് ചെയ്യുക. അതുപോലെ ഈ പ്ലേറ്റ് എന്ന് പറയുന്നത് സെക്കൻഡിനും തേർഡിനും കോമൺ ആണ്. അപ്പോൾ ഈ പ്ലേറ്റ് എന്ന് പറയുന്നത് സെക്കൻഡിന്റെ സെക്കൻഡ് പ്ലേറ്റ് ആണ്, തേർഡിന്റെ ഫസ്റ്റ് പ്ലേറ്റ് ആണ്. അപ്പോൾ സെക്കൻഡിന്റെ സെക്കൻഡ് പ്ലേറ്റ് ആണിത്, തേർഡിന്റെ ഫസ്റ്റ് പ്ലേറ്റ് ആണ്. ഇത് രണ്ടും കോമൺ ആണ്, കണക്റ്റഡ് ആണ്. അപ്പോൾ ഇത് രണ്ടിനെയും കണക്ട് ചെയ്യുക. ഓക്കെ, ഇനി ഇവിടെ നിന്നുള്ള ഈ കണക്ഷൻ ഇങ്ങോട്ടും വയ്ക്കുക. ഇതാണ് ഇതിന്റെ ഈക്വലന്റ് സർക്യൂട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമുക്ക് തോന്നിയില്ലായിരുന്നു. അപ്പോൾ എത്ര കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട്, 3 കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ടിരിക്കുന്ന കോമ്പിനേഷനാണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ അത് കാണിക്കാം. നോക്കൂ, ഈക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുന്നത് ഒന്നുകൂടെ അറിയണം. അപ്പോൾ ആദ്യം പറയാം. നോക്കൂ, ഇവിടെ എത്ര കപ്പാസിറ്റേഴ്സ് ഉണ്ട്? ഇതൊന്ന്, 2, 3. അത് മനസ്സിലായി. ഈ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് C1. What is the capacitance? C1. Capacitance C2. What is the capacitance? C3. Then what is the dielectric constant? K1. Here K2. Here K3. What is the capacitance of a parallel plate capacitor with the dielectric? Capacitance is equal to K epsilon 0 A by D is the equation. നമുക്കറിയാം. What is K here? K1. What is A here? A. What is distance? It is T1. Okay. This is a capacitance of first capacitor. Now tell me what is the capacitance of the second capacitor? What is the equation? K epsilon 0 A by D. K is K2, A is A, D is T2. Then third capacitor. This is the third capacitor. What is the capacitance? K epsilon 0 A by D. K K3, A, D is T3. ഇത്രയും ഡൗട്ട് ഉണ്ടോ? അപ്പൊ 3 കപ്പാസിറ്റർ ഉണ്ടെന്ന് മനസ്സിലായി. ഇനി അടുത്ത് പറഞ്ഞത്, see, this is common to first and second. This is common to second and third. പറയൂ, this is a second plate of first capacitor. This is a second plate of first capacitor. This is a first plate of second capacitor. This is a first plate of second capacitor. What about this? This is a second plate of second capacitor. This is a second plate of second capacitor. First plate of third capacitor. First plate of third capacitor. Am I right? So 3 കപ്പാസിറ്റർ ഉണ്ട്. See, 3 കപ്പാസിറ്റർ ഉണ്ടെന്ന് മനസ്സിലായി. ഫസ്റ്റ് വൺ കപ്പാസിറ്റൻസ് C1, സെക്കൻഡ് വൺ കപ്പാസിറ്റൻസ് C2, തേർഡ് വൺ കപ്പാസിറ്റൻസ് C3. ഇത് മനസ്സിലായി. കണക്ഷൻ വയർ, ലാസ്റ്റ് കണക്ഷൻ വയർ. ഓക്കെ, ലാസ്റ്റ് കണക്ഷൻ വയർ. ഓക്കെ, now listen about this plate. Second plate of first capacitor. This is first plate of second capacitor. First plate of second capacitor. These two are same. These two are same means these two are touching. So these two are connected. Okay. Now about this. So this is a second plate of second capacitor. This is a first plate of third. So these two are same. So these two are same means these two are connected. So this is a equivalent circuit. Listen, how many capacitors are connected in series? 3. What is the total capacitance? Series combination. What is the total capacitance? Total capacitance is equal to 1 by C1 plus 1 by C2 plus 1 by C3, the whole inverse. No doubt. Now listen. C is equal to, tell me, 1 by C1 means reciprocal of C1. What is the reciprocal of C1? Tell me. T1 by K1 epsilon 0 A plus 1 by C2 means reciprocal of C2. Say the reciprocal of C2. T2 by K2 epsilon 0 A plus 1 by C3 means reciprocal of C3. What is the reciprocal of C3? It is T3 by K3 epsilon 0 A. Then the whole inverse. No doubt. Now C is equal to, then what is common here? 1 by epsilon 0 A is common. Am I right? Balance
T1 by K1 plus T2 by K2 plus T3 by K3. The whole inverse. Okay, no doubt. Then this inverse is applicable to this and this. So C equal to, tell me, 1 by epsilon 0 A inverse and T1 by K1 plus T2 by K2 plus T3 by K3, the whole inverse. Am I right? This raised to minus 1 means ഇതിൻ്റെ റെസിപ്രോക്കൽ പറയൂ. C equal to epsilon 0 A. ഇനി ഇതിൻ്റെ റെസിപ്രോക്കൽ എങ്ങനെ എഴുതും? 1 by പറയൂ T1 by K1 plus T2 by K2 plus T3 by K3. ബുദ്ധിമുട്ടുണ്ടായോ? ഇനി നമുക്ക് ഇതിനെടുത്ത് ഇവിടെ എഴുതിക്കൂടെ? സോ epsilon 0 A എടുത്ത് ഇവിടെ വെച്ചു. So epsilon 0 A. This is a total capacitance of the combination. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് തന്നാൽ what is the total capacitance? Total capacitance is equal to epsilon 0 A by T1 by K1 plus T2 by K2 plus T3 by K3. അപ്പം ഞാൻ സ്റ്റാർട്ടിംഗ് തൊട്ട് ഒന്നും കൂടെ പറയാം. So listen. So we have a setup here. What is the total capacitance of this setup? It is a question. So listen. Two plates you can find here. Plate area A. Okay, no doubt. Then here one dielectric, here another dielectric, here another dielectric. Dielectric constants are given. Now, see, I am touching the first capacitor. It has two plates. Dielectric constant K1. Second capacitor, two plates. Dielectric constant K2. Then third capacitor, then two plates. Dielectric constant K3. Okay. So three capacitors are there. So I am drawing first capacitor, second capacitor, third capacitor. Connection wire. Okay. The last connection wire. Okay, no doubt. Then see, capacitance of this one is called as C1. Capacitance of second one is C2. Third is C3. Then tell me what is the answer. Capacitance of a parallel plate capacitor with a dielectric. What is your answer? K epsilon 0 A by D is answer. What is K here? K1. A is A. D is T1. Here, second one, say K2 epsilon 0 A by T2. Then what is the third one? Tell me. K3 epsilon 0 A by T3. No doubt. Now, see, I am touching the plates of first capacitor. See, this is your first capacitor, first plate, second plate. Second capacitor, first plate, second plate. Third capacitor, first plate, second plate. See, this plate is common to first and second capacitors. This is common to second and third capacitors. See, first capacitor, first plate, second plate. First plate, second plate. Second capacitor, first plate, second plate. First plate, second plate. Then the second of first, second of first, and the first of second are same. These two are same. These two are same. These two are same means these two are connected. Okay. Now about the next plate. This is a second plate of second capacitor. This is a second plate of second capacitor. This is a first plate of third capacitor. First plate of third capacitor. So these two are same. These two are same. These two are same means these are connected. Okay. This is a first capacitor. This is a second, third. So this is a equivalent circuit. It is a series combination of three capacitors. What is the total capacitance? I am asking. What is the total capacitance? Total capacitance is equal to 1 by C1 plus 1 by C2 plus 1 by C3 the whole inverse. Am I right? Total capacitance is equal to 1 by C1 means reciprocal of C1. Say the reciprocal of C1. T1 by K1 epsilon 0 A plus reciprocal of C2. T2 by K2 epsilon 0 A. Then reciprocal of C3. T3 by K3 epsilon 0 A. The whole rise to minus 1. Am I right? So C equal to, so take the common ones. So 1 by epsilon 0 A common. Balance T1 by K1 plus T2 by K2 plus T3 by K3. The whole inverse. This inverse is applicable to this and this. So C equal to 1 by epsilon 0 A inverse. Then T1
by K1 plus T2 by K2 plus T3 by K3, the whole inverse, no doubt. Then inverse of this means, reciprocal of this means, it is epsilon 0 A by 1. So it is epsilon 0 A. Then reciprocal of this means 1 by that. So 1 by T1 by K1 plus T2 by K2 plus T3 by K3. Then this can be put here. So epsilon 0 A put here. So epsilon 0 A. So what is a total capacitance of the combination? Total capacitance is equal to epsilon 0 A by T1 by K1 plus T2 by K2 plus T3 by K3. Adityan JS, got it?